ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു IAS ഫാക്ടർ. നമ്മൾ ഹിന്ദു ന്യൂസ് പേപ്പർ അനാലിസിസ് ആണ് ചെയ്യുന്നത്. ഡൽഹി എഡിഷനാണ്. സൺഡേലത്തെ ന്യൂസ് പേപ്പറാണ് ചെയ്യുന്നത്. സോ അടുത്ത 24th നവംബർ 25th ഞാൻ ഇപ്പോൾ തന്നെ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള വാർത്ത ചെക്ക് ചെയ്യുന്ന സമയത്ത് യു വിൽ അണ്ടർസ്റ്റാൻഡ് ഫ്യൂ കോമൺ ഫാക്ടേഴ്സ്. ബിക്കോസ് ഇലക്ഷൻ്റെ സമയമായതുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ ന്യൂസ് ഐറ്റംസ് വിച്ച് ഇസ് സ്പ്രെഡ് അക്രോസ് നാഷണൽ, സൗത്ത്, റീജിയണൽ, മറ്റ് സ്റ്റേറ്റ്സിലെല്ലാം പൊളിറ്റിക്കൽ സക്സസിന്റെ വാർത്തകളാണ്. എങ്ങനെ പൊളിറ്റിക്സിൽ അവർ കയറി വന്നു, ഓരോ പാർട്ടികൾ എങ്ങനെ പെർഫോം ചെയ്തു എന്നാണ്. സോ നമുക്കൊരു സിവിൽ സർവീസ് എക്സാമിനേഷൻ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ കംപ്ലീറ്റ്ലി പൊളിറ്റിക്കൽ വാർത്തകൾ ആവശ്യമില്ല. നമുക്ക് പൊളിറ്റിക്കൽ വാർത്തകൾ ആവശ്യമുള്ളത് വെൻ ആൻഡ് ദർ ഇസ് എ മെൻഷൻ ഓഫ് സംതിങ് വിച്ച് ഇസ് ദർ ഇൻ ആ സിലബസ്. നമ്മുടെ സിലബസ് ആയിട്ട് ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ പോളിറ്റി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കൊണ്ടുവരുന്ന ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഇമ്പോർട്ടൻ്റ് ആവുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് എടുത്ത് നോക്കാം ഇന്നത്തെ പേപ്പർ. മഹായുതി സ്വീപ് മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, റൂളിംഗ് പാർട്ടീസ്, കംപ്ലീറ്റ് പൊളിറ്റിക്കൽ വാർത്തകളാണ്. എല്ലാം പൊളിറ്റിക്കൽ വാർത്തകളാണ്. അതിൻ്റെ ഇടയിൽ വന്ന് 2-3 ക്ലൈമറ്റ് റിലേറ്റഡ് കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഇന്നത്തെ ഈ വാർത്തയാണെങ്കിലും അല്ലെങ്കിൽ മുന്നോട്ട് വരാൻ പോകുന്ന വാർത്തകളാണെങ്കിലും കംപ്ലീറ്റ്ലി ഈ ഒരു ആംഗിളിൽ ക്ലൈമറ്റ് ചേഞ്ചിന് ഈ COP29 ബാക്കുവിലെ നടന്ന ക്ലൈമറ്റ് സമ്മിറ്റിനെ കുറിച്ചിട്ട് തന്നെയാണ്. ഇതിനകത്ത് വേറൊന്നുമല്ല. ഇന്നത്തെ വാർത്തയിലും ഇനി വരാൻ പോകുന്ന വാർത്തയിലും നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് 2 വിഭാഗങ്ങളായിട്ട്, 2 ഗ്രൂപ്പായിട്ട് തന്നെ ചേരിതിരിഞ്ഞു എന്ന് തന്നെ പറയാം. ദർ ആർ 2 ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പ്സ്. വൺ ഇസ് ദ ഡെവലപ്ഡ് കൺട്രീസ് ആൻഡ് ദി അതർ ഇസ് ദ ഡെവലപ്പിംഗ് കൺട്രീസ്. ഇവർ തമ്മിലുള്ള പ്രധാന ചർച്ച ഫണ്ടിന്റെ പേരിലാണ്. കാരണം നമുക്കറിയാം ഓൾറെഡി ഈ 2 രാജ്യങ്ങളും തമ്മിൽ ദർ ഇസ് സംതിങ് കോൾഡ് ആസ് ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ, NCQG എന്ന് പറയുന്ന ഡെവലപ്പിംഗ് കൺട്രീസിന് ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസിന് ഫണ്ട് കൊടുക്കും. ഇതേപോലെ ഫണ്ട് കൊടുക്കും. ഈ ഫണ്ട് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. കാരണം ഡെവലപ്പിംഗ് കൺട്രീസിന് ഒരുപാട് ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഹിസ്റ്റോറിക്കൽ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഡെവലപ്ഡ് കൺട്രീസ് ആണ് കൂടുതലും ക്ലൈമറ്റ് ചേഞ്ചിന്റെ പൊല്യൂഷൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസിന് ക്ലീൻ എനർജിയിലേക്ക് പോകണം, അല്ലെങ്കിൽ ഗ്രീൻ എനർജിയിലേക്ക് ട്രാൻസിഷൻ ചെയ്യണം, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇമ്പാക്റ്റ് ഫൈറ്റ് ചെയ്യണം. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഫണ്ടെല്ലാം ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസിന് കൊടുക്കണമെന്ന് പറഞ്ഞു, ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോൾ അനുസരിച്ചിട്ട്. പക്ഷേ പ്രധാന പ്രശ്നം നടക്കുന്നത് ഇത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഇത് പെട്ടെന്ന് ഈ ടോപ്പിക് മുഴുവൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ മെയിൻ ഇഷ്യൂ നടക്കുന്നത് ഇതിന്റെ ഫണ്ടിങ്ങിലാണ്. ഡെവലപ്ഡ് കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസിന് എത്ര രൂപ കൊടുക്കും? ഇപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസ് ചോദിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം $1.3 trillion ആണ് എല്ലാ കൊല്ലവും. $1.3 trillion ആണ് ചോദിക്കുന്നത്. ഓൾറെഡി പാരീസ് അഗ്രിമെന്റ് $100 billion കണക്ക് പറഞ്ഞിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ഒന്നും ആവുന്നില്ല എന്നാണ് ഡെവലപ്പിംഗ് കൺട്രീസ് പറഞ്ഞത്. പക്ഷെ ഡെവലപ്ഡ് കൺട്രീസ് ഇപ്പോഴും ഒരു ഡേറ്റ് പറയുന്നില്ല. എത്ര കൊടുക്കണം എന്ന് പറയുന്നില്ല. അവർ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ $250 billion ഞങ്ങൾ $250 billion തരാം. പക്ഷെ അത് ഇപ്പോഴൊന്നും അല്ല, നമുക്കത് മൊബിലൈസ് ചെയ്യണം. അവർ പറയുന്ന വാക്ക് ഇതാണ്, ഞങ്ങൾ മൊബിലൈസ് ചെയ്ത് കണ്ടുപിടിക്കണം. അത് ചിലപ്പോൾ 2035 ആവുമെന്നാണ് അവർ പറയുന്നത്. 2035 ആവും. പിന്നെ ഈ 250 എന്നുള്ളത് വേണമെങ്കിൽ ഞങ്ങൾ 250 എന്നുള്ളത് $300 billion ആക്കി തരാം. പക്ഷെ ഈ ഇമ്മീഡിയറ്റ്ലി ഒന്നും തരാൻ പറ്റില്ല, ഞങ്ങളിത് കണ്ടെത്തണം എന്നാണ് പറയുന്നത്. 1.3 trillion ഒന്നും ഒരിക്കലും തരാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയൻ പറഞ്ഞു ഇറ്റ്സ് ഹൈലി അൺആക്സെപ്റ്റബിൾ, നോ ചാൻസ്, വി ആർ നോട്ട് ഗോണ ഗിവ് യു $1.3 trillion അറ്റ് എനി കോസ്റ്റ്. അപ്പോൾ ഈ ചർച്ചകളാണ്. അപ്പോൾ ഈ ഡെവലപ്പിംഗും ഡെവലപ്ഡ് കൺട്രീസും തമ്മിലുള്ള ഈ ഡെഡ് ലോക്കിലാണ്, ഈ ഫണ്ടിന്റെ പുറത്തുള്ള ഡിസ്കഷനിലാണ് ഈ പ്രശ്നം മുഴുവൻ ഇരിക്കുന്നത്. സോ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഏകദേശം ഈ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ആർട്ടിക്കിളിൽ പ്രധാനമായിട്ടും പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് സ്റ്റേറ്റ്സിനെ കുറിച്ചിട്ട്. ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിന് ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്? ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ സിവിൽ സർവീസിന് ചോദിക്കാവുന്നതാണ്, വിച്ച് ആർ ദി AOSIS? വെരി ഇമ്പോർട്ടൻറ്റ്. AOSIS ഉദ്ദേശിക്കുന്നത് എന്താ? സ്മോൾ ഐലൻഡ് കൺട്രീസ് എന്നുള്ളതാണ്. സ്മോൾ ഐലൻഡ് കൺട്രീസ് എന്ന ഐലൻഡ് സ്റ്റേറ്റ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്മോൾ ഐലൻഡ് സ്റ്റേറ്റ്സ് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവർക്കും പലതരത്തിലുള്ള ഫണ്ടിങ്ങുകൾ ഇതിനകത്ത് പറയുന്നുണ്ട്. സോ ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ തരുന്നത് കളക്ടിങ് നിക്കൽസ് ആൻഡ് ഡൈംസ്, ഇതൊന്നും എവിടെയും ഞങ്ങളെ കൊണ്ട് എത്തിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ ചെറിയ നിസ്സാര തുകയാണ്. ഇതൊന്നും ഈ പറയുന്ന ഡീലിലൊന്നും ഒരു കാര്യമില്ലെന്നാണ് പറയുന്നത്. പിന്നെ ഇതിനകത്ത് പറയുന്നത് ലീസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസ് ഉണ്ടോ, ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്. അതേപോലെ അലയൻസ് ഓഫ് സ്മോൾ ഐലൻഡ് സ്റ്റേറ്റ്സ്, അതാണ് AOSIS, അലയൻസ് ഓഫ് സ്മോൾ ഐലൻഡ്സ്
ഇത്രയാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് എനിക്ക് 2-3 കാര്യം കൂടെ ആഡ് ചെയ്താൽ കൊള്ളാൻ തോന്നി. ഈ അവോസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, അത് ഓൾമോസ്റ്റ് ഒരു 39ഓളം രാജ്യങ്ങളുള്ള ചെറിയ ഐലൻഡ്സ് ആണ്. ആ ഐലൻഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റും? ഇപ്പോൾ ഡെഫിനറ്റ്ലി കരീബിയൻ ഐലൻഡ്സ് ഉണ്ട്, കുറേ കരീബിയൻ, ബാർബൂദ, ആന്റിഗ്വ, ഗ്രനഡ, അങ്ങനത്തെ കുറേ കരീബിയൻ ഐലൻഡ്സുകളുണ്ട്. പിന്നെ പസഫിക് ഓഷനിലുള്ള കുറേ ഐലൻഡ്സുകളുണ്ട്. അതേപോലെ അറ്റ്ലാന്റിക് ഓഷനിലുള്ള ഐലൻഡ്സ് ഉണ്ട്, ഇന്ത്യൻ ഓഷ്യനിലുള്ള ഐലൻഡ്സ് ഉണ്ട്, അതേപോലെ മെഡിറ്ററേനിയനിലുള്ള ഐലൻഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ സൗത്ത് ചൈന സീയിലുള്ള ഐലൻഡ്സും ഉണ്ട്, സൗത്ത് ചൈന സീ. അപ്പോൾ ഇത്രയും ഐലൻഡ്സുകൾ എല്ലാവരും കൂടെയാണ് ഈ അവോസിസ്, അലയൻസ് ഓഫ് സ്മോൾ ഐലൻഡ് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കുന്നത്. അതിൽ നമുക്ക് വേണമെങ്കിൽ ഇന്ത്യൻ ഓഷ്യനിലെ കാര്യങ്ങൾ എടുക്കാം. ഇന്ത്യൻ ഓഷ്യനിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഐലൻഡ്സ് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യൻ ഓഷ്യനിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കൊമറോസ് ഉണ്ട്. കേട്ടിട്ടുണ്ടോ? ഐലൻഡ്സിന്റെ പേര് കേട്ടിട്ടുണ്ടോ? കൊമറോസ് എന്നൊരു ഐലൻഡ് ഉണ്ട്. പിന്നെ നമുക്ക് അറിയുന്ന ഫേമസ് ആയിട്ടുള്ള മാൽദീവ്സ്, മാൽദീവ്സ് ഉണ്ട്, മൊറീഷ്യസ് ഉണ്ട്, അതേപോലെ സേഷൽസ് എന്ന് പറയുന്ന രാജ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഇങ്ങനൊരു ന്യൂസ് വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ പരീക്ഷയ്ക്ക് ഭയങ്കര അധികം പ്രിപ്പയർഡ് ആയിരിക്കണം. എന്താണ് അവോസിസ്, അലയൻസ് ഓഫ് സ്മോൾ ഐലൻഡ് സ്റ്റേറ്റ്സ് ഉദ്ദേശിക്കുന്നത്? ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, പിന്നെ ഇനി പല ടൈപ്പ് ഓഫ് ഫണ്ടിങ്ങൾ ഞാൻ ഇനി അടുത്ത കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ ഇതിൻ്റെ നമ്മളിപ്പോൾ പല ഫണ്ട്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പല ഫണ്ടിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് മെൻഷൻ ചെയ്യപ്പെടേണ്ട കുറേ ഫണ്ടുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ് അഡാപ്റ്റേഷൻ ഫണ്ട്? അത് നമുക്ക് ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്യാം. എന്ത് തരം ഫണ്ടിനെയാണ് അഡാപ്റ്റേഷൻ ഫണ്ട് എന്ന് പറയുന്നത്? ഒരു ഡെവലപ്പിംഗ് കൺട്രീനെ നമുക്ക് അഡാപ്റ്റ് ചെയ്യണം. നമ്മൾ അങ്ങനെ ചെയ്ത് ശീലമില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സാധനങ്ങളിലേക്ക് അഡാപ്റ്റ് ചെയ്യണം. ഇപ്പോൾ സീ ഇറോഷൻ നിർത്താൻ വേണ്ടി നമുക്ക് സ്റ്റോൺ വാൾസ് ക്രിയേറ്റ് ചെയ്യണം, കടലിൽ വാൾസ് ക്രിയേറ്റ് ചെയ്യണം. നമ്മളൊരു സംഭവത്തിലേക്ക് അഡാപ്റ്റ് ചെയ്യണം. അപ്പോൾ ആ അഡാപ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ നല്ലൊരു ഫണ്ട് നമുക്ക് ആവശ്യമുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചിന് അഡാപ്റ്റേഷൻ ഫണ്ട് ഉണ്ട്. അതേപോലെ ക്ലൈമറ്റ് ചേഞ്ചിന് ആവശ്യമുള്ള സ്പെഷ്യൽ ക്ലൈമറ്റ് ചേഞ്ച് ഫണ്ട് ഉണ്ട്. എന്താണ് സ്പെഷ്യൽ ക്ലൈമറ്റ് ചേഞ്ച് ഫണ്ട്? എന്താണ് അഡാപ്റ്റേഷൻ ഫണ്ട്? അതേപോലെ ലീസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസിന് ആവശ്യമുള്ള LDC ഫണ്ട്. എന്താണ് ഈ ലീസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രീസിന് ആവശ്യമുള്ള LDC ഫണ്ട് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഫണ്ട്സിനെ കുറിച്ചും നമുക്കിനി വരും ദിവസങ്ങളിൽ ഈ ക്ലൈമറ്റിനെ കുറിച്ച് വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ അദാനിനെ വേറൊന്നുമല്ല, ഇന്നലെ പറഞ്ഞ ന്യൂസ് തന്നെയാണ്. അദാനിനെയും അദ്ദേഹത്തിന്റെ മരുമോൻ സാഗർ അദാനിനെയും US ദേ ഹാവ് ബീൻ സമ്മൺ, ബ്രൈബറി കേസിൽ അവരെ സമ്മൺ ചെയ്തിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇത് US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷനാണ്. അവർ ഓൾറെഡി പറയുന്നുണ്ട് 2200 കോടി രൂപയാണ് എനർജി ഡീൽ കിട്ടാൻ ഇന്ത്യയിൽ അവർ ചിലവാക്കിയെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവർ ഇന്ത്യയിൽ ചിലവാക്കിയിട്ട് അമേരിക്കയിൽ ചാർജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ പറയുന്നുണ്ട് അമേരിക്കയിലും അവർക്ക് ഒരുപാട് പ്രസൻസ് ഉണ്ട്, അമേരിക്കയിലും അവർക്ക് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അദാനി കള്ളം പറഞ്ഞിട്ടാണ്, ഈ പറഞ്ഞ സത്യാവസ്ഥയൊന്നും പുറത്ത് പറയുന്നില്ല, കള്ളം പറഞ്ഞിട്ടാണ് US ഇൻവെസ്റ്റേഴ്സിനെ എല്ലാം കൊണ്ടുവന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇതിൽ ഡെഫിനറ്റ്ലി വരും വാർത്തകളിലെ ദിവസങ്ങൾ നമുക്കറിയാം അദാനിയുടെ സിറ്റുവേഷൻ എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും. പിന്നെ പ്രധാനപ്പെട്ട സിറ്റി ന്യൂസ് കഴിഞ്ഞ് സ്റ്റേറ്റ്സിന്റെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇത് സുപ്രീം കോടതി CAQM ഷോസ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു ആർഗ്യൂ ഡിപ്പ് ഇൻ ക്രോപ്പ് ബേണിംഗ്. ഇത് വേറൊന്നുമല്ല, ഇനി സുപ്രീം കോടതിയിലും ഓൾറെഡി ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരാരാണ് ഇതിനെക്കുറിച്ച് പറയുന്ന 2-3 ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ CAQM എന്താണെന്നുള്ളത് ഓൾറെഡി ഇപ്പോൾ ഇന്നത്തെ ദിവസം എന്താ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടിരിക്കുന്ന സമയമാണ്. നിങ്ങൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് CAQM ഗ്രാപ്പ് ഒക്കെ ഡിസ്കസ് ചെയ്തത്. എന്നാലും നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കും കൂടെ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു 2 ലൈൻ ഇത് പറഞ്ഞുതരാം. അപ്പോൾ ഓൾറെഡി എയർ പൊല്യൂഷൻ കാറ്റഗറൈസ് ചെയ്യണം. എയർ പൊല്യൂഷൻ തടയാൻ വേണ്ടി ഡൽഹി അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഡൽഹി ആൻഡ് അഡ്ജോയിനിങ് ഏരിയാസ് ഓഫ് UP, പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാനിലൊക്കെ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യണം. അങ്ങനെ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ബോഡിയാണ് CAQM എന്ന് പറയുന്നത്, കമ്മീഷൻ ഓൺ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് എന്നുള്ളത്. 2021 ആയപ്പോൾ ഈ കമ്മിറ്റി മുന്നോട്ട് വന്നു. ഇത് വന്നതിന് ശേഷം അതിൽ തന്നെ വന്നതിന് ശേഷം പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇവര് ഈ CAQM എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യണം. എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യേണ്ടത് എവിടെയാണ്? പഞ്ചാബ്, രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി ഏരിയസിലൊക്കെ ഈ സ്റ്റബിൾ ബേണിംഗ് വഴിയൊക്കെ ഈ എയർ പൊല്യൂഷൻ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പല രീതിയിൽ ശ്രമിച്ചു. എന്നിട്ട് ഇവർ റിപ്പോർട്ട് നൽകി സ്റ്റബിൾ ബേണിംഗ്, അതായത് ഈ പറയുന്ന പ്ലാന്റും ഈ പാടം മൊത്തം കത്തിക്കുന്നത് ഇതുകൊണ്ടാണല്ലോ ഡൽഹിയിൽ പൊല്യൂഷൻ ഉണ്ടാകുന്നത്. ഫാർമേഴ്സ് എല്ലാം ഡൽഹിയിലും പഞ്ചാബിലും ഹരിയാനയിലും ഫാർമേഴ്സ് ഇത് കത്തിക്കുന്നത് കുറച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇത് ക്രമാതീതമായി കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അപ്പുറത്തെ സൈഡിൽ ഗവൺമെന്റ് റിപ്പോർട്ട് വന്നപ്പോൾ എന്താണെന്ന് വെച്ചാൽ CAQM പറയുന്ന റിപ്പോർട്ട് തെറ്റാ. ഭയങ്കരമായിട്ട് പല സ്ഥലങ്ങളിലും
ഈ പറയുന്ന കത്തിക്കുന്നത് ഭയങ്കരമായിട്ട് റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ CAQM പറയുന്നത് തെറ്റാണ് എന്നൊരു സംഭവമുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇവിടെ സാറ്റലൈറ്റ് ഉപയോഗിച്ചിരുന്നു. ആ സാറ്റലൈറ്റ് നിങ്ങൾക്ക് തന്നെ ഇതിൽ കാണുമ്പോൾ അറിയാം. ഈ സാറ്റലൈറ്റിന്റെ സഹായം വെച്ചിട്ട് ഇവർ ട്രാക്ക് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ സ്ഥലങ്ങളാണ് കത്തിക്കുന്നത്. പക്ഷെ പ്രശ്നം, ഈ സാറ്റലൈറ്റ് ഇങ്ങനെ മൂവ് ചെയ്യല്ലേ ഇങ്ങനെ. അപ്പോൾ കറക്റ്റ് ഈ ലൊക്കേഷനിൽ ഇതിന്റെ ഇൻഫർമേഷൻ കിട്ടുന്ന സമയത്ത് ഇവർ പറയുന്നത് ഫാർമേഴ്സ് കത്തിക്കില്ല. ഈ സാറ്റലൈറ്റ് എപ്പോൾ തിരിച്ചു പോകുന്നവർക്ക് അറിയാം. ഈ സാറ്റലൈറ്റ് തിരിച്ചു പോകുന്ന സമയത്ത് ഫാമേഴ്സ് എല്ലാവരും കറക്റ്റ് ബ്ലൈൻഡ് സ്പോട്ട് കിട്ടുമ്പോൾ ഒരു കത്തിക്കും. അപ്പോൾ ഇതിനകത്ത് പല ആൾക്കാരും പറയുന്നത് CAQM ഒരു ടൂത്ത്ലെസ് ബോഡിയായി മാറിക്കഴിഞ്ഞു. കാരണം ഇനി ഏതെങ്കിലും സുപ്രീം കോടതിയിലെ ജഡ്ജോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി, വേറൊരു ബോഡി ഉണ്ടാക്കണം. ഇവർ CAQM കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നമുക്കിനി വേറൊരു ബോഡി വേണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ എന്താവും ഇതിന്റെ ഫൈനൽ വാർത്ത നമുക്കറിയില്ല. സോ CAQMന്റെ പവർ പോരാ, അല്ലെങ്കിൽ CAQMന്റെ പെർഫോമൻസ് പോരാ എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത്. ഓക്കെ, സോ ആ പോയിന്റ് ഇതിനകത്ത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട സ്റ്റേറ്റ് വാർത്തകൾ, ഇലക്ഷൻ വാർത്തകൾ നോക്കുകയാണ്. ഇതിനകത്ത് കംപ്ലീറ്റ് ഇലക്ഷനാണ്. BJP, കോൺഗ്രസ്, NDA വിൻ, തൃണമൂൽ കോൺഗ്രസ് കാൻഡിഡേറ്റ്സ്, NDA ബീഹാർ ബൈപോൾ, കംപ്ലീറ്റ് പൊളിറ്റിക്കൽ വാർത്തകളാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതും അടുത്തിലേക്ക് പോവാം. ക്ലാസിഫൈഡ്സ് കാര്യങ്ങൾ മാറ്റി സൗത്ത് ഇന്ത്യൻ പേജിലും പരസ്യവും കാര്യങ്ങളല്ലാതെ ഗുരു തേഗ് ബഹാദൂർ ജി, വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് സിവിൽ സർവീസിന് ഇതൊരു പരസ്യമാണ്, പക്ഷെ നമുക്ക് എന്തായാലും ഡെഫിനറ്റ്ലി ഗുരു തേഗ് ബഹാദൂറിന്റെ കോൺട്രിബ്യൂഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി GS പേപ്പർ 1 മോഡേൺ ഇന്ത്യയിൽ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ മാത്രമല്ല, മോഡേൺ ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിലും അതിന് മുന്നേ ഒരു ഹിസ്റ്ററിയിലെ ഒരു മോഡേൺ ഇന്ത്യയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ഗുരു തേഗ് ബഹാദൂറിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്. അതേപോലെ സിഖ് ഗുരൂസ്, സിവിൽ സർവീസിന്റെ പ്രിലിംസ് എക്സാമിന് ഇതൊക്കെ ന്യൂസിലുള്ളതുകൊണ്ടും സിഖ് ഗുരൂസ് ഏതൊക്കെയാണ്, 10 സിഖ് ഗുരൂസ് ഏതൊക്കെയാണ്, ആരാണ്, ഗുരു നാനക്, ഗുരു അംഗാഡ്, ഗുരു ഹർഗോബിന്ദ്, ഗുരു അർജന്ത, ഒരുപാട് പേരുടെ പേരുകളുണ്ടല്ലോ. അപ്പോൾ ഇവരാരൊക്കെയാണെന്നുള്ളത് കണ്ടെത്തണം. അപ്പോൾ ഇത് ഹിസ്റ്ററിയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗുരു തേഗ് ബഹാദൂറിന്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്നുള്ളതും കൂടെ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. പരസ്യമാണ്, പക്ഷെ എന്നാലും പരസ്യത്തിനകത്ത് നിന്ന് കണ്ടപ്പോൾ തോന്നിയതാണ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ അടുത്ത പേജ് ഉണ്ടോ, കംപ്ലീറ്റ് ഇലക്ഷനാണ്. നല്ല കാർട്ടൂൺസ് അല്ലേ, പക്ഷെ ഇലക്ഷൻ ആയതുകൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് ഇലക്ഷൻ വാർത്തകളിലേക്ക് പോകുന്നില്ല. അടുത്ത പേജും ഇലക്ഷനാണ്. അപ്പോൾ ഇന്നത്തെ ന്യൂസിൽ മെയിൻ ആയിട്ടുള്ള എല്ലാം ഇലക്ഷനാണ്. ഇതിനകത്ത് വേറെ ഇനി നമുക്ക് നാഷണൽ പേജിൽ അടുത്ത പേജ് ഐഡിയോളജി വെൽഫെയർ, ഇതും ഇലക്ഷനാണ്. ഇലക്ഷൻ NDA റെട്ടോറിക് എല്ലാം ഇതും ഇലക്ഷനാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് ജയിച്ചതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഇല്ല. അടുത്തത് നാഷണൽ പേജിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വാട്ട് ഇസ് ബർത്വാൾ വിസിറ്റ്സ് നോർവേ ടു ഡിസ്കസ് ട്രേഡ് പാക്ട് വിത്ത് EFTA. എന്താണ് EFTA? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. വാട്ട് ഡു യു മീൻ ബൈ EFTA? ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. സോ കൊമേഴ്സ് സെക്രട്ടറി ആണ്, ചെറിയൊരു വാർത്തയാണ്. വിസിറ്റഡ് നോർവേ ടു ഡിസ്കസ് ദ പോസിബിലിറ്റി ഓഫ് എൻ ഏർലി ഇംപ്ലിമെന്റേഷൻ ഓഫ് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് EFTA. അപ്പോൾ പ്രധാന ചോദ്യം എന്താണ് EFTA എന്നുള്ളത്? യൂറോപ്യൻ ഫ്രീ ട്രേഡ് എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ, അല്ലെങ്കിൽ യൂറോപ്യൻ ഒരു ഫ്രീ FTA ആണ് ഇവിടെ EFTA എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൽ 4 പ്രധാനപ്പെട്ട മെമ്പേഴ്സ് ആണ് ഇതിനകത്തുള്ളത്. 4 പ്രധാനപ്പെട്ട മെമ്പേഴ്സ് ആണുള്ളത്. 1, 2, 3, 4 മെമ്പേഴ്സ് ആണ് ഈ EFTA എന്ന് പറയുമ്പോൾ ഒരു യൂറോപ്യൻ FTA ആണ്. അപ്പോൾ അതിനകത്ത് ആരൊക്കെയാണ്? നമുക്ക് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ ആണ്. യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ ആണ് EFTA എന്ന് പറയുന്നത്. അതിൽ 4 മെമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. 1 ഐസ്ലൻഡ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 1 ഐസ്ലൻഡ് ആണ്. 2 ലിക്റ്റൻസ്റ്റൈൻ ആണ്. അങ്ങനെ ഒരു രാജ്യം കേട്ടിട്ടുണ്ടോ? ദർ ഇസ് എ കൺട്രി കോൾ ലിക്റ്റൻസ്റ്റീൻ ഒരു രാജ്യമുണ്ട്. അതേപോലെ നോർവേ, ഐസ്ലൻഡ് ഉണ്ട്, നോർവേ ഉണ്ട്, സ്വിറ്റ്സർലൻഡ് ഉണ്ട്. അപ്പോൾ ഇതാണ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ എന്ന് പറയുന്നത്. 4 മെമ്പേഴ്സ് ആണ്, ഐസ്ലൻഡ്, ലിക്റ്റൻസ്റ്റീൻ, നോർവേ, സ്വിറ്റ്സർലൻഡ്. അപ്പോൾ ഈ ഇന്ത്യയും FTAയും തമ്മിൽ, ഇന്ത്യ ഇപ്പോഴത്തെ സൈഡിലുണ്ട്, ഇപ്പോഴത്തെ സൈഡിൽ ഈ EFTA, ഇവർ തമ്മിൽ നല്ല ട്രേഡ് റിലേഷൻ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതിന്റെ കൂട്ടത്തിലാണ് പുതിയൊരു കാര്യം കൂടെ നമ്മൾ സൈൻ ചെയ്യാൻ പോകുന്നത്. ഒരു ട്രേഡ്, ഒരു വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സൈൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ടെപ്പ. വാട്ട് ഈസ് ടെപ്പ? വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഓർത്ത് വെച്ചോളൂ. ടെപ്പ എന്താണ്? ട്രേഡ് ആൻഡ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ്. ഇതിൽ കൊടുത്തിട്ടുണ്ട്. ട്രേഡ് ആൻഡ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ആണ് ടെപ്പ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഗുഡ്സും യൂറോപ്യൻ ഗുഡ്സിലേക്കും നമുക്ക് നല്ലൊരു ട്രേഡും കാര്യങ്ങളും ബെറ്റർ ആവും. അപ്പോൾ ഇതിൽ നമുക്ക് UPSC സിവിൽ സർവീസിന് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്താണ് EFTA? ആ 4 രാജ്യങ്ങൾ ഏതാണ് EFTAയുടെ? ടെപ്പ എന്താണ്?
നമ്മുടെ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനും ഇന്ത്യയും തമ്മിലുള്ള ഒരു എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ് ടെപ്പ എഫ്റ്റ. അതും ഓർത്തു വെക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അരവിന്ദോ പാർട്ട്നേഴ്സ് ഒരു ഫാർമ കമ്പനി വേറെ രാജ്യമായിട്ട് പാർട്ട്ണർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട വാർത്ത. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം അൺഫേസ്ഡ് ബൈ ഹൈ ഇമ്പോർട്ട് ബിൽസ് ട്രേഡ് ഡെഫിസിറ്റ് സ്പൈക്സ്. ഇത് ഇന്ത്യയുടെ ട്രേഡിനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ്. ഇന്ത്യയിൽ നമുക്ക് ട്രേഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയേണ്ട 2 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട നമ്മൾ എക്കണോമിക്സിൽ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ട്രേഡ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി എക്സ്പോർട്ട് ഉണ്ട്, എക്സ്പോർട്ടും ഇമ്പോർട്ടും ഉണ്ട്. ഇത് വളരെ ക്ലിയർ ആണെന്ന് അറിയാം. അതായത് ഒരു രാജ്യത്തിന്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യ എന്ന രാജ്യം എടുക്കുമ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് എക്സ്പോർട്ടും ഉണ്ട് ഇമ്പോർട്ടും ഉണ്ട്. ഇപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനം എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തേക്ക് സാധനം കയറ്റി അയക്കുന്നു, ഇന്ത്യയിൽ നിന്നും US സാധനം അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ഡെഫിനറ്റ്ലി പൈസ ഇങ്ങോട്ട് കിട്ടുമല്ലേ, US നമുക്ക് ഇങ്ങോട്ട് വാങ്ങുന്ന പൈസ ഇന്ത്യയിലേക്ക് വരികയാണ്. പക്ഷെ ഇമ്പോർട്ട് എന്ന് പറയുന്നത് പലപ്പോഴും വേറൊരു സ്ഥലത്ത് നിന്ന് US എന്നുള്ളത് നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പൈസ കൊടുക്കണം. സോ എക്സ്പോർട്ടിൽ നമുക്ക് ഇങ്ങോട്ട് പൈസ ഇട്ട്, ഇമ്പോർട്ടിൽ നമ്മൾ അങ്ങോട്ട് പൈസ ഇടണം. അപ്പൊ ഈ ഒരുപാട് ഇമ്പോർട്ട് വരുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം, ദ കോൺസെപ്റ്റ് ഓഫ് എക്കണോമിക്സ് കോൾഡ് ട്രേഡ് ഡെഫിസിറ്റ്. എങ്ങനെയാണ് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് നോക്കുമ്പോൾ, ഒരു രാജ്യത്തിന് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട് ഇമ്പോർട്ടാണോ എക്സ്പോർട്ടാണോ ഏറ്റവും നല്ലത്, എല്ലാം ആവശ്യമുണ്ട്. പക്ഷെ എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കണമെങ്കിൽ നമ്മുടെ എക്സ്പോർട്ട്, നമ്മൾ കയറ്റി അയക്കുന്ന സാധനങ്ങൾക്ക് കൂടുതൽ പൈസ ഇന്ത്യയിലേക്ക് വരണം. ഇങ്ങനെ ഈ ഡയറക്ഷനിലേക്ക് നമുക്ക് ഇന്ത്യയിലേക്ക് വരണം. മറ്റേത് ഇമ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടം പോലെ ഫോറിൻ കറൻസി ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫോറക്സ് റിസർവ് എന്നുള്ളത് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ്. പക്ഷെ പ്രധാനമായിട്ടും നമുക്ക് നോക്കുമ്പോൾ ഇന്ത്യ ഇമ്പോർട്ടാണോ എക്സ്പോർട്ടാണോ ചെയ്യുമ്പോൾ ഇന്ത്യയുടെ ഇമ്പോർട്ട് കുറയുന്നൊന്നുമില്ല. അത്യാവശ്യം നന്നായിട്ട് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് വേറെ നിവൃത്തിയില്ല. ഇന്ത്യ ഓൾറെഡി ഇമ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഗോൾഡ് നന്നായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഓയിൽ നന്നായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക്കൽ ഐറ്റംസ് നന്നായിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇമ്പോർട്ട് തന്നെയാണ് കൂടുതൽ, എക്സ്പോർട്ട് കുറവാണ്. പക്ഷെ ശരിക്കും നമ്മൾ എക്സ്പോർട്ട് നമ്മൾ നമ്മുടെ മറ്റ് രാജ്യങ്ങൾ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നത് കൂടുമ്പോഴാണ് നമുക്ക് കൂടുതൽ വരുമാനവും നമുക്ക് കടം കുറയുക. ഇമ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരികയല്ലേ, അപ്പോൾ നമ്മൾ കൂടുതൽ പൈസ അങ്ങോട്ട് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ കുറേ നാളായിട്ട് ഭയങ്കരമായിട്ട് ഇന്ത്യയുടെ ഇമ്പോർട്ട് ബിൽസ് കൂടുന്നുണ്ട്, ഇമ്പോർട്ട് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഗവൺമെന്റ് എന്താ പേടിക്കാത്തത്? ഇന്ത്യക്ക് എന്താ പേടി വരാത്തതിന്റെ കാരണം, ഒന്ന്, ഇമ്പോർട്ട് കൂടുതലാണെങ്കിലും നമ്മുടെ എക്സ്പോർട്ടും റൈസ് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ടും സ്റ്റാഗ്നന്റ് ഒന്നും അല്ല, എക്സ്പോർട്ട് നന്നായി റൈസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതിന് അത്ര ഇല്ലെന്നേ ഉള്ളൂ. സോ എക്സ്പോർട്ടും ഈക്വലി നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇഷ്ടം പോലെ ഫോറിൻ കറൻസി ഉണ്ട്. നമ്മുടെ ഫോറക്സ് റിസർവ്സ് മോശമില്ലാത്ത, നമ്മുടെ ഫോറിൻ കറൻസി അല്ലെങ്കിൽ ഫോറക്സ് എന്ന് പറയുന്ന നമ്മുടെ ഇന്റർനാഷണൽ കറൻസിയിലുള്ള നമ്മുടെ ഫോറക്സ് അത്യാവശ്യം മോശമില്ലാത്ത കയ്യിലുണ്ട്. പിന്നെ ഇന്ത്യ നന്നായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റും കാര്യങ്ങളൊക്കെ ഇന്ത്യ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, ഇതൊക്കെ ഉണ്ടാവുള്ളതാണ് ഇന്ത്യക്ക് അത്ര അങ്ങോട്ട് പേടി വരുന്നില്ല. ഇമ്പോർട്ട് കൂടുമ്പോഴും എക്സ്പോർട്ട് അത്ര പ്രശ്നവുമില്ല. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് നോക്കുന്നത്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട്, ഞാൻ ഇതിന്റെ ഒരു കാൽക്കുലേഷൻ കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. നമുക്ക് ഇതിന്റെ ഒരു റഫ് കാൽക്കുലേഷൻ എടുത്ത് നോക്കാം. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. ഇത് ഞാൻ ഈ പറയുന്നത് 2024 കണക്കാണ്. അതായത് 2024 ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെ ഉള്ളൊരു കണക്കാണ് ഷെയർ ചെയ്യുന്നത്. ഇത് കാണാതെ പഠിക്കാനല്ല, നമുക്കൊരു ധാരണ കിട്ടാൻ വേണ്ടിയാണ്. ഇന്ത്യയുടെ ഇമ്പോർട്ട്, ഇന്ത്യ എത്ര ഇമ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് ഒരു 416 വരെയാണ്. 416 എല്ലാം ഡോളർ ആട്ടോ, എല്ലാം 416 ബില്യൺ ആണ് നമ്മുടെ ഇമ്പോർട്ട് എന്ന് പറയുന്നത്. അതേപോലെ എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇന്ത്യയുടെ എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ ഓൾറെഡി അത്രയും തന്നെ വാല്യൂനകത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 252 സംതിങ് വരുന്നുണ്ട്, 252 ബില്യൺ സംതിങ് ഇതിനകത്ത് വരുന്നുണ്ട്. 252 ബില്യൺ ഉണ്ട് ഡോളേഴ്സ്. അപ്പൊ ഇത് മൈനസ് ചെയ്ത് കുറയ്ക്കുമ്പോൾ ഏതാണ്ട് 164 ബില്യൺ ആണ് ഡെഫിസിറ്റ് വരുന്നത്. ഏതാണ്ട് 164 ബില്യൺ നമുക്ക് ഡെഫിസിറ്റ് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഇത് കാണാൻ പറ്റും. അപ്പൊ ഇത്രയും രൂപ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഏകദേശം പകുതിയിൽ കൂടുതൽ, ഏകദേശം പകുതി അടുപ്പിച്ച് നമ്മൾ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത്രയും ഒരു ഗ്യാപ്പ് വരുന്നുണ്ട്, ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഒരു ഗ്യാപ്പ് എപ്പോഴും വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിനകത്തൊരു കാര്യം കൂടെ ഉണ്ട്, ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഗോൾഡ് ആണെങ്കിലും അതേപോലെ ജെംസ്, സ്റ്റോൺസോ അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഐറ്റംസ് ആണെങ്കിലും, ഇലക്ട്രോണിക്കിന്റെ പാർട്സ് ആണെങ്കിലും, ഇതെല്ലാം വാല്യൂ ആഡഡ് ഇമ്പോർട്ടാണ്. അവിടെയാണ് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്.
വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് വാല്യൂ ആഡഡ് ഇമ്പോർട്ട്? ഇതെല്ലാം വാല്യൂ ആഡഡ് ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് നമ്മുടെ ഉദാഹരണത്തിന് ഇലക്ട്രിക്കൽ ഗുഡ്സ് ഞാൻ പറഞ്ഞത്, ഇലക്ട്രോണിക് സാധനങ്ങൾ നമ്മളിത് ഇമ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുകയാണ്. മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഇലക്ട്രിക് പ്രൊഡക്ട്സ് ഉണ്ടാക്കി നമ്മൾ തിരിച്ച് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അപ്പോഴും വാല്യൂ ഉണ്ടാവണം. അപ്പോൾ ചില ഐറ്റംസ് ഇമ്പോർട്ട് ചെയ്യുന്നതിൽ നമുക്കൊരു ഗുണമുണ്ട്. ആ ഇൻപുട്ട് കിട്ടി, ആ ഇമ്പോർട്ട് കാരണം അതുകൊണ്ട് നമുക്ക് തിരിച്ച് വേറെ എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ഉണ്ടാക്കാം. സോ ഇതെല്ലാം വാല്യൂ അഡീഷൻ, വാല്യൂ ആഡഡ് ഇമ്പോർട്ട്സ് ആണ്. അതുകൊണ്ടൊക്കെയാണ് ഇന്ത്യ ഇങ്ങനെ പേടിക്കാതിരിക്കുന്നത് ഇമ്പോർട്ട് കൂടിയിട്ട്. അപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും കാര്യം ഞാനിവിടെ ഷെയർ ചെയ്തത്. പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ്, സിവിൽ സർവീസിന് വേണ്ടി നമുക്ക് ഇങ്ങനെ ആർട്ടിക്കിൾസ് വരുമ്പോൾ ഇന്ത്യയുടെ കോഫി പ്രൊഡക്ഷൻ പറയുന്നുണ്ട്. ഇന്ത്യൻ കോഫി പ്ലാന്റേഴ്സ് എക്സ്പെക്ട് പ്രൈസസ് ടു റിമെയിൻ ഹൈ ഫോർ 4-5 ഇയേഴ്സ്. കാരണം എന്താണെന്ന് വെച്ചാൽ വേൾഡിൽ പ്രൊഡക്ഷൻ കുറയാണ്, കോഫി പ്രൊഡക്ഷൻ കഴിയാണ്. അവിടെ വരുമ്പോൾ ഇത് മൊത്തം നമുക്ക് കോഫിയെ കുറിച്ചാണ് പഠിക്കേണ്ടത്. സോ ഡെഫിനറ്റ്ലി ഒരു ക്രോപ്പ് എന്ന രീതിയിൽ കോഫി എവിടെയൊക്കെയാണ് ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം സിവിൽ സർവീസിന്, പ്രിലിംസിന്. ഏത് തരം സോയിലാണ്, ഇതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. സോയിൽ, ഏതൊക്കെ സോയിലാണ് കോഫിക്ക് ഏറ്റവും ബെറ്റർ ആവുക, എന്ത് ടെമ്പറേച്ചർ ഇതാണ് കോഫിക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത്, ഇന്ത്യയിൽ കോഫി പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതും കൂടെ കണ്ടുപിടിച്ചാൽ ഇറ്റ് ഈസ് റിയലി ഗുഡ്. അപ്പോൾ ഇതിൽ ഇന്റർനാഷണൽ രാജ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ഇന്റർനാഷണൽ കോഫി പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ മേജർ പ്രൊഡ്യൂസിങ് കൺട്രീസ് എന്ന് പറഞ്ഞാൽ കോഫി പ്രൊഡ്യൂസിങ് ഡെഫിനറ്റ്ലി ബ്രസീൽ തന്നെയാണ്. ഇതും ചോദിക്കാൻ പരീക്ഷയിൽ. വിച്ച് ആർ ദ ഫോളോയിങ് കോഫി പ്രൊഡ്യൂസിങ് കൺട്രി? ബ്രസീൽ ഉണ്ട്, മെക്സിക്കോ, കൊളംബിയ, വിയറ്റ്നാം. ഇവരെല്ലാം കോഫി പ്രൊഡക്ഷൻ വളരെ ഹൈ ആണ്. പക്ഷെ ഇവിടെ എല്ലാം കോഫി പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് ഡിക്ലൈൻ ആയി പോയി. കാരണം വേറൊന്നുമല്ല, എക്സ്ട്രീം ക്ലൈമറ്റ് ചേഞ്ച്, ഫ്ലഡ്, ഡ്രോട്ട്, ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഈ പറയുന്ന പ്രൊഡക്ഷൻ ഇപ്പോൾ ഇല്ല. ഇത് ഭയങ്കരമായിട്ട് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇനി ഇന്ത്യയുടെ അടുത്ത സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ചിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 70% ഓഫ് ഇന്ത്യൻ കോഫി ഈസ് കമ്മിങ് ഫ്രം വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? പ്ലീസ് മാർക്ക്, ഇറ്റ് ഇസ് കർണാടക. കർണാടകയിൽ നിന്നാണ് ഏകദേശം 70% ഇന്ത്യൻ കോഫി കർണാടകയിൽ നിന്ന് മാത്രമാണ് വരുന്നത്. അതിൽ പല കാറ്റഗറി, ഇപ്പോൾ ഉദാഹരണത്തിന് വേറെയും പറയുന്നുണ്ട്. ഇപ്പോൾ അറബിക്ക, ഇതെല്ലാം കോഫി വെറൈറ്റീസ് ആട്ടോ. അറബിക്ക എന്ന് പറയുന്നത് കോഫി വെറൈറ്റീസ് ആണ്. അതേപോലെ റോബസ്റ്റ, റോബസ്റ്റ എന്ന് പറയുന്നതും ഒരു വെറൈറ്റിയാണ്. അറബിക്ക, റോബസ്റ്റ, അതേപോലെ റോബസ്റ്റ പാഷനറ്റ്, റോബസ്റ്റ ചെറി എന്ന് പറയുന്നതൊക്കെ കോഫിയാണ്. അപ്പോൾ ഇന്ത്യയിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും ഫ്ലഡ് കാരണം, ഡ്രോട്ട് കാരണം കോഫിയുടെ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ പറയുന്നുണ്ട് കർണാടക ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോഫി, 70% ഓഫ് കോഫിയാണ് വരുന്നത്. ആൻഡ് അതേപോലെ ഇന്ത്യയിൽ മറ്റു കോഫിയെ കുറിച്ച് പറയുന്നുണ്ട്, റോബസ്റ്റാസ് പറയുന്നുണ്ട്, റോബസ്റ്റാസ്. അതേപോലെ അറബിക്ക, റോബസ്റ്റയൊക്കെ കോഫിയുടെ ടൈപ്പാണ്. പ്രിലിംസിൽ ചോദിക്കാം, അറബിക്ക ആൻഡ് റോബസ്റ്റ ആർ ടൈപ്സ് ഓഫ് വാട്ട്? ദേ ആർ ടൈപ്സ് ഓഫ് കോഫി. അതേപോലെ റോബസ്റ്റ പാർച്ച്മെന്റ്, അതേപോലെ റോബസ്റ്റ ചെറി, ഇതൊക്കെ പല ടൈപ്പ് ഓഫ് ഇതാട്ടോ. പിന്നെ കോഫി ഫാമേഴ്സിനെ കുറിച്ച് അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഈ പലപ്പോഴും ഇന്ത്യയിൽ ഫ്ലഡ്, ഡ്രോട്ട് മാത്രമല്ല ക്ലൈമറ്റ് ചേഞ്ച് ഒരു വലിയൊരു പ്രശ്നമാണ്. പിന്നെ അതേപോലെ വേജ്, ശമ്പളം ആൾക്കാരുടെ ഭയങ്കര പ്രശ്നമാണ്, ശമ്പളം. പിന്നെ അതേപോലെ ലേബർ ഷോർട്ടേജ് കിട്ടുന്നില്ല കോഫി പ്രൊഡക്ഷന് വേണ്ടി. ഇതൊക്കെ കോഫി പ്രൊഡക്ഷൻ ഇന്ത്യയുടെ ചലഞ്ച് ആട്ടോ. വേജ് ഭയങ്കര ഇഷ്യൂ ആണ്, ലേബർ ഇഷ്യൂസ് ഉണ്ട്. അതേപോലെ കോഫി കർഷകർക്കെല്ലാം ഇഷ്ടം പോലെ ലോണുകളുണ്ട്. ഇതെല്ലാം തിരിച്ചടയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് സർഫേസി ആക്ട് നടപ്പിലാക്കരുത്. കാരണം റവന്യൂ റിക്കവറി, ലോൺ റിക്കവറി, എന്തെങ്കിലും വീടോ പുരയിടോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവർ ലോൺ വെച്ചിട്ട് അത് ജപ്തി ചെയ്തെടുക്കരുത്, സർഫേസി ആക്ട് അപ്ലൈ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ കർഷകരുടെ ഒന്നും ഡീറ്റെയിൽ സിബിലിൽ പോകരുതെന്നും പറയുന്നുണ്ട്. ഇവരെല്ലാം അഗ്രികൾച്ചറലിസ്റ്റ് അല്ല, ഇവരുടെയൊക്കെ സിബിലിൽ പോയിട്ട് എന്താ കാര്യം, ഒരു ഗുണവുമില്ല എന്ന് പറയുന്ന കുറേ ആസ്പെക്റ്റുകൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോഫി കൾട്ടിവേറ്റേഴ്സിനെ കുറിച്ചിട്ട് ഇന്ത്യയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രാജ്യവും. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ സൺഡേ പേജ് ആയതുകൊണ്ട് എഡിറ്റോറിയൽ ഇല്ല, പകരം വേറെ ഇഷ്ടം പോലെ വാർത്തകൾ ഇവിടെ വേറെയുണ്ട്. സയൻസ് റിലേറ്റഡ് വാർത്തകൾ ഇവിടെ കുറേ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതിൽ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ പറയുന്നത് ഒരു വെയിലിനെ കുറിച്ചിട്ടാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് വെയിൽ. ഇറ്റ്സ് കോൾഡ് മിങ്ക് വെയിൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ മിങ്ക് വെയിലിന് പണ്ട് വിശ്വസിച്ചിരുന്നത്, ഈ മിങ്ക് വെയിലിനെ കുറിച്ച് പറയുന്നുണ്ട്, വൺ ഓഫ് ദ ലാർജസ്റ്റ് ആനിമൽസ് ഓൺ ദി എർത്ത് ആണ്, ദ പ്ലാനറ്റ്സ് ലാർജസ്റ്റ് മാമൽ ആണ്. ഇറ്റ്സ് കോൾഡ് ദ ബലീൻ വേൾസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ബലീൻ വെയിൽസ്, അതാണ് അതിൻ്റെ വാക്ക്. ബലീൻ വെയിൽസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇത് പറയുന്നത് ഇത്ര നാൾ ഇവർ വിചാരിച്ചിരുന്നത് ഇതിന് ചെറിയ ഫ്രീക്വൻസി സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇതിന് 90 kHz വരെ ഹൈ ഫ്രീക്വൻസി സൗണ്ടും ഈ വെയിലിന് കേൾക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ഈ ബലീൻ വെയിൽസിൻ്റെ അല്ലെങ്കിൽ മിൽക്ക് വെയിൽസിൻ്റെ വായിൽ
ഒരു പ്രത്യേകതരം സംഭവമുണ്ട്. ഇറ്റ് ഹസ് ഗോൾഡ് സംതിങ് കോൾഡ് ബലീൻ പ്ലേറ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇതിനെക്കുറിച്ച് ഓർത്തിരിക്കേണ്ടതാണ്. ഈ വെയിലിന്റെ വായിൽ ബലീൻ പ്ലേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇത് ഒരു ഒരു തരത്തിലുള്ള ഫിൽറ്ററാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊരു തരത്തിൽ ഫിൽറ്ററാണ്. ഫുഡും വാട്ടറും വേർതിരിക്കുന്ന ഫിൽറ്റർ. ഫുഡും വാട്ടറും വേർതിരിക്കുന്ന ഒരു ഫിൽറ്ററാണ് ഈ ബലീൻ പ്ലേറ്റ് എന്ന് പറയുന്നത്, ഈ മിങ്ക് വെയിൽ ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക, 90 കിലോ ഹെർട്സ് വരെയുള്ളത്. ഇപ്പോൾ പറയുന്നത് ഇതുകൊണ്ട് മാത്രമല്ല, ഇപ്പോൾ ഇതിന് വലിയ ചെവിയും കേൾക്കാൻ പറ്റും എന്നാണ്. ചെറുതൊന്നും അല്ല, 90 കിലോ ഹെർട്സ് വരെ കൂടുതലും നമുക്ക് കേൾക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ആന്ത്രോപോജനിക്, ഇതിനകത്ത് ഓൾറെഡി കൊടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആന്ത്രോപോജനിക് ഇഷ്യൂസ് ഉണ്ട്. ആന്ത്രോപോജനിക് ഓഷ്യൻ നോയ്സ്. ഇത് ഓഷ്യനിലെ പ്രശ്നം. ഇതിനിപ്പോൾ വലിയ സൗണ്ട് കേൾക്കുമ്പോൾ ഓഷ്യന്റെ ഡെപ്തിലൊക്കെ ഭയങ്കര പൊല്യൂഷനാണ്. എന്ത് പൊല്യൂഷനാണ്? ഓഷ്യന്റെ ഡെപ്തിലും ഭയങ്കരമായിട്ടുള്ള സൗണ്ട് പൊല്യൂഷൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒന്ന് ഷിപ്പിന്ന് വരുന്ന റിപ്പിൾസ്, മറ്റു കാര്യങ്ങൾ, അതേപോലെ സോണാർ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ വേവ്സ്, അതിന്റെ വൈബ്രേഷൻസ്, കാര്യങ്ങൾ. അപ്പോൾ ഓൾറെഡി ഓഷ്യനകത്തുള്ള കുറേ പ്രശ്നങ്ങൾ ഇവിടെ പറയുന്നുണ്ടോ. ഓഷ്യൻ നോയ്സ് ഭയങ്കര അധികമാണ്. ഇപ്പം നേവിയൊക്കെ ഉള്ള നേവൽ സോണാർ, നോയ്സ് ആക്ടിവിറ്റി, ഇതെല്ലാം കാരണം പ്രധാനപ്പെട്ട പറയുന്നത് ഈ വെയിൽസിന്റെ ചെവിക്ക് ഇനി പ്രശ്നം വരും. അപ്പോൾ ഇതിന് ഇഷ്യൂ വരും. കാരണം പണ്ട് ചെറിയ ശബ്ദമല്ല, ഇപ്പൊ നോക്കുമ്പോൾ വലിയ ശബ്ദം ഇതിനെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ മിങ്ക് വെയിൽ എന്താണ്? ബലീൻ വെയിൽ. പ്ലീസ് റിമെമ്പർ, ബലീൻ വെയിൽ. അതിന്റെ വായിലുള്ള ബലീൻ പ്ലേറ്റ്സ് ഫുഡ് ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്നതാണ്. വെള്ളവും ഫുഡും ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതാണ് മിങ്ക് വെയിൽസിനെ കുറിച്ച് പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ഈ പറയുന്ന ഒരു തരത്തിലുള്ള ബേർഡ് ഫ്ലൂ തന്നെയാണ് പറയുന്നത്. H5N9 എന്ന് പറയുന്ന, വാട്ട് ഈസ് ദിസ് H5N1 എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ബേർഡ് ഫ്ലൂ തന്നെയാണ് പറയുന്നത്. ഒരു തരത്തിൽ ബേർഡ് ഫ്ലൂ തന്നെയാണ്. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് പടരുന്നത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഇതിന്റെ സ്പ്രെഡിങ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 2020 കാലഘട്ടത്തിലാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും കാണാൻ പറ്റുന്നത്. ഏവിയൻ ഇൻഫ്ലുവൻസ H5N5 വൈറസ് എമേർജ് ചെയ്തതും സ്പ്രെഡ് അക്രോസ് എല്ലാ സ്ഥലത്തും, ആഫ്രിക്കയിലും ഏഷ്യയിലും യൂറോപ്പിലും ഒക്കെ സ്പ്രെഡ് ചെയ്തു. പിന്നെ നോർത്ത് അമേരിക്കയിലേക്ക് സ്പ്രെഡ് ചെയ്തു, സൗത്ത് അമേരിക്കയിലേക്ക് സ്പ്രെഡ് ചെയ്തു. അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്തു. പിന്നെ ഈ പെറുവിന്റെ കോസ്റ്റിലും ചിലിയിലും ഏകദേശം കൊന്ന സ്പീഷീസ് ഉണ്ടോ, സീ ലൈനിന് 30,000 സീ ലൈനിനെ അല്ലെങ്കിൽ ഡോൾഫിൻസിനെ, ഓട്ടേഴ്സിനെ, മറൈൻ ആനിമൽസിനെ ഒക്കെ കൊന്നു കളഞ്ഞു ഈ വൈറസ്. അത്ര അധികം ഡെഡ്ലി ആയിട്ടൊരു വൈറസ് ആയിരുന്നു ഈ H5N1 എന്ന് പറയുന്ന ഏവിയൻ ഇൻഫ്ലുവൻസയാണ്. അപ്പോൾ ഇത് സ്പ്രെഡ് ചെയ്ത ഇതുണ്ട്. അർജന്റീനയിൽ ഇത് സ്പ്രെഡ് ആൻഡ് കിൽഡ് ഓവർ 17,000 എലിഫന്റ് സീൽസ്. 17,000 എലിഫന്റ് സീൽസ്, 97% ഓഫ് ദ പപ്സ്. അപ്പൊ ഇത്രയും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ് ഈ H5N1 എന്ന് പറയുന്നത്. അപ്പൊ അത് ഇതിനകത്ത് പ്രധാനമായിട്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനകത്ത് അടുത്ത പ്രധാനപ്പെട്ട ചലഞ്ച് എന്താന്ന് വെച്ചാൽ, ഓൾറെഡി ഇതിന്റെ സംഭവം ഇത് മാമൽസ് ഹ്യൂമൻസിലേക്ക് സ്പ്രെഡ് ചെയ്യുമോ, അല്ലെങ്കിൽ അതിന്റെ സാധ്യതകൾ എന്താണെന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അവർ ചെക്ക് ചെയ്ത് നോക്കിയത് ഒരു ഫെററ്റ് എന്ന് പറഞ്ഞൊരു ആനിമലിലാണ്. കാരണം ഓൾമോസ്റ്റ് ഒരു ഹ്യൂമനെ പോലെ തന്നെ ഒരു ഇതുള്ള ഒരു സംഭവമാണ്, ഒരു ജീവിയാണ് ഫെററ്റ് എന്ന് പറഞ്ഞത്. ഈ ഫെററ്റിന്റെ കുഞ്ഞുങ്ങളിലും ലേഡി ഫെററ്റിലും ഇത് ചെയ്തു നോക്കി. അപ്പോൾ ഈ അമ്മ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന സമയത്ത് പാലിലൂടെ ഇത് സ്പ്രെഡായി. സോ മാമറി മിൽക്ക് വെച്ച് ഇത് സ്പ്രെഡായി കഴിഞ്ഞിട്ട്, അപ്പൊ അങ്ങനെ ഒരു ചോദ്യമുണ്ട്. Mammary gland raises concern about milk as a possible interface of virus transmission from offspring through breastfeeding. അങ്ങനെയാണെങ്കിൽ ഇത് മാമൽസിൽ നിന്നും മനുഷ്യരിലേക്കും എത്തിയാൽ പ്രശ്നമല്ലേ? എന്താണ് ഫെററ്റ് കേട്ടോ, പാലിൽ നിന്നാണ് ഇത് കടന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് മനുഷ്യനിലേക്ക് സ്പ്രെഡ് ചെയ്യും. അപ്പൊ ഇതാണ് ഫെററ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം സ്പ്രെഡ് ആവുന്നുണ്ട്, ആനിമൽ ടു മാമൽ വരുന്നുണ്ടെങ്കിൽ. ഫെററ്റ് ഓൾമോസ്റ്റ് ആനിമലിനെ പോലെ തന്നെയാണ്, മനുഷ്യനെ പോലെ തന്നെയാണ്. അപ്പോൾ അത് പിന്നീട് എന്താവുന്നുള്ളതും ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്. അടുത്തത് സെർവിക്കൽ ക്യാൻസറിനെ കുറിച്ചിട്ടാണ്. സയൻസ് പേജിൽ പലപ്പോഴും ക്യാൻസറിനെ കുറിച്ചിട്ട് ഇതിൽ പ്രധാനമായിട്ടും കാര്യങ്ങൾ വരും. സോ സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫീമെയിൽ ഓർഗൻസിലും ഇതിലൊക്കെ സെർവിക്സിൽ വരുന്ന ഒരു ക്യാൻസർ ആണ്. ആൻഡ് ഇതിനകത്ത് പ്രധാനപ്പെട്ട HPV എന്ന് കണ്ടില്ലേ, HPV എന്ന് പറയുമ്പോൾ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് തന്നെയാണ് ഇതിന്റെ പേര്. HPV ആണ് ഇത് കോസസ്, ഇത് സെർവിക്കൽ ക്യാൻസർ ക്രിയേറ്റ് ചെയ്യും. സോ HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അപ്പൊ ഇതിനെതിരെയുള്ള HPVക്കെതിരെയുള്ള വാക്സിനേഷനാണ്, നമുക്കിത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന വാക്സിനേഷനാണ് HPV വാക്സിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്തൊരു സർവേ പറയുന്നുണ്ട്. അതായത് പിന്നെ ഈ വാക്സിൻ എടുത്ത എല്ലാ സ്ട്രെയിൻസ് ഓഫ് സെർവിക്കൽ ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള വേറെ ചോദ്യം. ഇതിലൊരു സർവേ എത്രേ പറയുന്നുള്ളൂ,
സ്കോട്ട്ലൻഡ് നടന്നൊരു സർവേ ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്. സ്കോട്ട്ലൻഡിൽ നടന്നൊരു സർവേ പറയുന്നുണ്ട്, ഏകദേശം പറയാണ് 12 മുതൽ 13 വയസ്സിനുള്ളിൽ ഈ HPV വാക്സിൻ എടുത്ത പെൺകുട്ടികളും ഇവർക്ക് സെർവിക്കൽ ക്യാൻസർ വരുന്നില്ല, അല്ലെങ്കിൽ വന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ചെറിയ പ്രായത്തിൽ വാക്സിനേഷൻ എടുത്താൽ പിന്നീട് സെർവിക്കൽ ക്യാൻസർ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു നിഗമനം. ഇതാണ് ഈ പഠനം നമ്മളെ കൊണ്ട് കാണിക്കുന്ന ഒരു വലിയൊരു പഠനം. ഇതാണ് 16 to ഇതിനകത്ത് ഏജ് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാർക്ക് വന്നാൽ പിന്നെ അത് വരുന്നില്ല. ഈ ഡെൻമാർക്കിലെ സംഭവം കാണിക്കുന്നുണ്ട്, ടീനേജേഴ്സിന് 16 to 18 കാണിക്കുന്നുണ്ട്. സ്കോട്ട്ലൻഡ് വിമൻ ഹു ആർ 12 to 13 years cervical cancer incidence showed significant reduction when women were immunized. അപ്പോൾ ചെറിയ പ്രായത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സെർവിക്കൽ ക്യാൻസർ ഉണ്ടാവില്ല എന്നാണ് വാക്സിനേഷൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കൂടുതൽ നമ്മൾ സെർവിക്കൽ ക്യാൻസർ എന്താണ് ഈ സെർവിക്കൽ ക്യാൻസർ, അതിന്റെ കാരണം എന്താണ്, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നുള്ളതൊക്കെ കൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ നമുക്ക് ഈ ഒരു ഏരിയയും കൂടെ പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ലെറ്റ്സ് വർക്ക് ഓൺ ദാറ്റ്. ആൻഡ് അതേപോലെ തന്നെ അടുത്ത സയൻസിന്റെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം ട്രീ ഐലൻഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. റീസ്റ്റോർ നേച്ചർ ഇൻ ഓയിൽ പാം പ്ലാന്റേഷൻ. അതായത് വേറൊന്നുമല്ല, ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഞാനൊരു കാര്യം പറയും, ഇവിടെ ഓൾറെഡി ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. ഒരുപാട് മരങ്ങൾ, ഒരുപാട് നേച്ചർ, ഫ്ലോറ, ഫോണ ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞ് ഇതിനെ A കാലഘട്ടം എന്ന് വിളിക്കാം. പിന്നെ കുറെ കഴിഞ്ഞ് B കാലഘട്ടമായി. ഇവിടെ വേറെ മരങ്ങളൊന്നുമില്ല, കംപ്ലീറ്റ് പാം പ്ലാന്റേഷൻസ് മാത്രമായി. എവിടെ നോക്കിയാലും പന. അപ്പൊ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ശരിക്കും പന ഉണ്ടാക്കുന്നത് നല്ലതാണെങ്കിലും ഇത് കുറച്ച് ഡേഞ്ചറസ് ആണ്. ആനിമൽസിനെ സംബന്ധിച്ചോളം ഡേഞ്ചർ ആണ്. കാരണം ഇങ്ങനെ വരുമ്പോൾ വേറെ ഫ്ലോറ ഫോണയൊന്നും ഉണ്ടാവില്ല, മൊത്തം പന ഇങ്ങനെ നിൽക്കും. വേറെ സ്പീഷീസ് ഓഫ് ആനിമൽസോ അങ്ങനെ ഒന്നും വരുന്നില്ല. ഈ പന അവിടെ തന്നെ ഇങ്ങനെ പനയിൽ ഉണ്ടാവുന്ന അവിടെ ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ അടുത്ത് സയന്റിസ്റ്റുകൾ കുറെ ഒരു തീരുമാനം എടുത്തു. ഈ പനകളുടെ കൂട്ടത്തിൽ ചെറിയ പാച്ചി ഫോറസ്റ്റ് ഉണ്ടാക്കി വെച്ചു. ചെറിയ ചെറിയ കാടുകളും അവർ പിന്നെയും മരങ്ങളൊക്കെ നട്ട് ഈ പാംസിന്റെ ഇടയിൽ ചെറിയ ചെറിയ കാടുകളും കാര്യങ്ങളൊക്കെ നട്ട് കഴിഞ്ഞപ്പോൾ വർഷങ്ങൾക്ക് ശേഷം പണ്ടൊരു കാലത്ത് A കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഫ്ലോറ, ഫോണ, ആനിമൽസ്, ജീവജാല ജന്തുക്കളെല്ലാം ഇപ്പോൾ ഈ പാമിന്റെ അടുത്ത് ചെറിയ പാച്ചി ഫോറസ്റ്റ് ഉണ്ടാക്കി വെച്ചപ്പോൾ ഇത് പിന്നെയും തിരിച്ചു വരാൻ തുടങ്ങി. അപ്പൊ അതൊരു സ്റ്റഡി, ഒരു വലിയൊരു ട്രീ ഐലൻഡ്സ് ഒരു വലിയൊരു കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പൊ അങ്ങനെയും സംഭവിക്കാം എന്നുള്ള രീതിയിലാണ് ഈ മെസ്സേജ് വരുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഇതെന്ന് പറയുന്നത് ബോഡി സൈസ് ഓഫ് പേപ്പർ വാസ്പ് ഇസ് ലാർജർ നിയർ ഇക്വേറ്റർ. ഇത് വേറൊന്നുമല്ല, ഇത് നിങ്ങളിത് കണ്ടാൽ മതി. ഇതിനെ പറയുന്ന പേരാണ് ഇറ്റ്സ് എ പേപ്പറി വാസ്പ്. ഈ പറയുന്ന ജീവിയാണ്. ഇതിന് ചെറിയൊരു ഇതാണ് വാസ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. മലയാളത്തിൽ എന്താ പറയാന്ന് എനിക്കറിയില്ല. ഇതാണ് വാസ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് പുതിയ കണ്ടുപിടുത്തതാണ്. ഈ വാസ്പ് പല സ്ഥലത്തും പല സൈസാണ്. ഇക്വേറ്ററിനടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് വലുതാണ്. Between variables, paper size habitat near the habitat larger the body size. ഇതിന്റെ സൈസ് ഇക്വേറ്ററിൽ ഭയങ്കര വലുതാണ്. ഇത് ശരിക്കും ഒരു വലിയ പഴയ തിയറിനെ ഡിസ്പ്രൂവ് ചെയ്യാണ്. എന്ത് തിയറിനെയാണ് ഇത് ഡിസ്പ്രൂവ് ചെയ്യുന്നത്? അതായത് പഴയൊരു തിയറി ഉണ്ട്, കോൾഡർ ഏരിയാസിലുള്ള ആനിമൽസും ജന്തുക്കളും ജീവജാലങ്ങളെല്ലാം പൊതുവെ ഭയങ്കര സൈസ് വരും. കാരണം അവിടുത്തെ തണുപ്പും കാരണം കൊണ്ടാണ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ തിയറി കംപ്ലീറ്റ്ലി തെറ്റിക്കുകയാണ്. അപ്പൊ ഇതിൽ പറയുന്ന കാര്യം ഇക്വേറ്ററിന്റെ അവിടെ ഭയങ്കര വാം ടെമ്പറേച്ചർ ഉള്ളതുകൊണ്ട് ഇതിന്റെ ടെമ്പറേച്ചർ കാരണം ചിലപ്പോൾ ഇത് വലുതാവുന്നതായിരിക്കാം എന്നാണ് ഇതിന്റെ പറയുന്നത്. സോ എന്താണ് വാസ്പ് എന്നുള്ളതും ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. സോ ഹാവ് എൻ ഐഡിയ റിഗാർഡിംഗ് ദാറ്റ്. പിന്നെ ഇതിനകത്ത് ഗ്രൗണ്ട് വാട്ടർ പമ്പിംഗ് ഡ്രൈവ്സ്, റാപ്പിഡ് സബ്സിസ്റ്റൻസ്, ഇത് അവിടുത്തെ ഒരു ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷനെ കുറിച്ചാണ്. അപ്പം അത്ര വലിയ കാര്യം ഇതിനകത്ത് പ്രധാനപ്പെട്ട അറിയേണ്ട ആവശ്യമില്ല. പിന്നെ FAQ. 1 second, I think I lost my power. 1 second, പവർ പോയി. യെസ്, ഐ ഗോട്ട് ഇറ്റ് ബാക്ക്, സോറി. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് FAQ ഓൾറെഡി ഇനിയിപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതിനകത്ത് ഇനിയിപ്പോൾ എത്ര പറഞ്ഞാലും ഇത് തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എയർ ക്വാളിറ്റി CAQ നമ്മൾ ഇപ്പോഴും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് വേറെ പറയേണ്ട ഡിബേറ്റ് ഒന്നുമില്ല. എന്താണ് CAQ എന്ന് പറഞ്ഞത്? ഒരു കമ്മീഷനാണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, എയർ ക്വാളിറ്റി മെറ്ററാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇതിന്റെ കോണ്ടെക്സ്റ്റ് നമ്മൾ AQI എന്ന് പറഞ്ഞൊരു സാധനം പഠിക്കാനുണ്ട്. അതേപോലെ GRAP എന്ന് പറയുന്ന ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗ്രാപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് ഡിസ്കസ് ചെയ്യണം.
ഇനി ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇത് ബെറ്റർ ആവുന്നുണ്ടോ? ഗ്രാപ്പിന് പല ഫേസ് ഉണ്ട്. ഗ്രാപ്പ് 1 ഉണ്ട്, ഗ്രാപ്പ് 2 ഉണ്ട്, ഗ്രാപ്പ് 3 ഉണ്ട്, ഗ്രാപ്പ് 4 ഉണ്ട്. പൊല്യൂഷൻ കൂടുന്നതനുസരിച്ചിട്ട് ഏതെങ്കിലും ഈ പറയുന്ന നമ്പറിനെ ആക്ടിവേറ്റ് ചെയ്യും. ഗ്രാപ്പ് 3, 2, 4 ഏതെങ്കിലും ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ പിന്നെ സ്റ്റബിൾ ബേണിങ്ങിനെ കുറിച്ച് വാർത്തയുണ്ട്. സ്റ്റബിൾ ബേണിംഗ് ഒന്നും കറക്റ്റായിട്ട് CAQMന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അവർ പറഞ്ഞ് കണ്ടുപിടിക്കുന്നു, പലരും പറഞ്ഞ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സുപ്രീം കോടതി തന്നെ പുതിയൊരു തീരുമാനം, പെറ്റീഷനൊക്കെ വന്നിട്ടുണ്ട്. CAQMനെ കുറച്ചും കൂടെ നന്നായി മോണിറ്റർ ചെയ്യണം എന്ന് പറയുന്ന ഒരു വാദം കൂടെ അവർ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഈ ആർട്ടിക്കിൾ. ഇതിപ്പോൾ എനിക്കൊന്ന് കുറേ നാളുകളായിട്ട് നമ്മൾ ഇത് തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നും ഞാൻ ഇതിനെക്കുറിച്ച് വാർത്ത പറയാറുണ്ട്. അപ്പോൾ അത് ഓൾറെഡി ക്ലീൻ ആണെന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, പിന്നെ അടുത്തത് ഡയബറ്റീസിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഡയബറ്റീസിനെ കുറിച്ചിട്ടുള്ള പ്രധാന കാര്യം കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നുണ്ട്. ഏകദേശം ഡയബറ്റിക്സ് ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് വേൾഡ് ഓവർ ആണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 800 മില്യൺ ആൾക്കാർക്കാണ് ഡയബറ്റിക്സ് കാണുന്നത്. അതിൽ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഓൾമോസ്റ്റ് 200 മില്യൺ ആൾക്കാർ അഡൽട്സ് ഉണ്ട്. ഡയബറ്റിസ് ഓൾറെഡി സഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, കുറേയൊക്കെ ലൈഫ് സ്റ്റൈലും ഇതുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൺട്രോളിംഗ് ഒക്കെ എങ്ങനെയാണ് കൊണ്ടുവരണം എന്നുള്ളത് സംഭവമുണ്ട്. പിന്നെ 2 ടൈപ്പ് ഓഫ് ഇതിൻ്റെ 2 സ്കൂൾ ഓഫ് തോട്ടിൽ തന്നെയാണ് ഇത് പ്രധാനമായിട്ടും നിൽക്കുന്നത്. ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അപ്പോൾ എന്താണ് ഈ ടൈപ്പ് 1 ഡയബറ്റീസ്, എന്താണ് ടൈപ്പ് 2 ഡയബറ്റീസ് എന്നുള്ളൊരു കാൽക്കുലേഷൻ നമുക്ക് വേണം. പിന്നെ പ്രധാനമായിട്ടും ഇതിൻ്റെ 2 കാര്യം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസിസ് വരുന്നത് എന്നുള്ളത് ഓൾറെഡി 2 തിയറി പറയുന്നുണ്ട്. ഒന്ന് OGTT, ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ആണ് OGTT എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ളത് നോർമൽ HbA1c വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള, കാരണം ഗ്ലൈസേഷൻ ഇസ് ഇൻഫ്ലുവൻസ് ബൈ മെനി തിങ്സ്. അപ്പോൾ ഏതാണ് നമ്മൾ എടുക്കേണ്ടത്, HbA1c ആണോ അതോ OGTT ആണോ എന്നുള്ളതും കൂടെ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്താണെങ്കിലും ഇതിലാണെങ്കിലും ഡയബറ്റീസിന് വേണ്ടിയുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് കൊടുക്കണമെന്നാണ് ഇതിനകത്ത് കൂടുതലും പറയുന്നത്. അപ്പം നമ്മൾ നല്ല രീതിയിൽ ഇന്ത്യ ടാക്കിൾ ചെയ്യണം. അത്ര വലിയൊരു കൺസേൺ തന്നെയാണ് ഇന്ത്യക്ക് ഡയബറ്റീസ്. അതാണ് ഇതിനകത്ത് പറയുന്നത്. ഇത് ക്ലൈമറ്റ് റോ ഞാൻ ഓൾറെഡി പറഞ്ഞ് തളർന്നു പോയി, കാരണം അത്രയ്ക്കധികം പ്രാവശ്യം നമ്മൾ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഡെവലപ്ഡ് കൺട്രി NCQG, ന്യൂ കളക്റ്റീവ് ക്വാണ്ടിഫൈഡ് ഗോള്, അവരുടെ ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. അത് എന്തിനാണ് ആ ഫണ്ട് കിട്ടിയിട്ട് ഇവർക്ക് എന്തിനാണ് ഡെവലപ്പിംഗ് കൺട്രീസിനെ മെച്ചപ്പെടുത്താനാണ്. പിന്നെ ഡെഫിനറ്റ്ലി അന്ന് പറഞ്ഞ കാർബൺ മാർക്കറ്റ് എന്താണ് ഈ കാർബൺ മാർക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, കാർബൺ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. ഫണ്ട് കിട്ടുക, ഇങ്ങനെ ചെയ്യാൻ പറ്റും. സോ പിന്നെ ഡെഫിനറ്റ്ലി നമ്മൾ കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം പറഞ്ഞിരുന്നു. ഇവിടുന്ന് പോകുന്ന, ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലേക്ക് പോകുന്ന, ഇന്ത്യയിൽ നിന്നും പോകുന്ന സിമെന്റ് ആണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ പ്രോഡക്റ്റ്, സിമെന്റ് ആണെങ്കിലും അങ്ങനത്തെ സ്റ്റീൽ ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം യൂറോപ്യൻ മാർക്കറ്റിൽ എത്തുന്ന സമയത്ത് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഉണ്ട്. ഇതിൻ്റെ കൂടെ നമ്മളൊരു സർട്ടിഫിക്കറ്റും കൂടെ ആഡ് ചെയ്യണം. നമ്മൾ ഈ സിമെന്റ് ഉണ്ടാക്കാൻ ഒരു ടൺ അല്ലെങ്കിൽ ഒരു പാക്കറ്റ് അല്ലെങ്കിൽ ഒരു കാർട്ട് മൊത്തം സിമെന്റ് ഉണ്ടാക്കാൻ നമ്മൾ എത്ര കാർബൺ എമിറ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നമ്മൾ ആ സർട്ടിഫിക്കറ്റും കൂടെ വെച്ച് കൊടുത്താലേ അവരത് എടുക്കുകയുള്ളൂ. അപ്പോൾ ഇത് 2026 തൊട്ട് വന്നോളാം എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് ഒരു സമാധാനം കിട്ടുന്നുണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി ലോങ് ടേമിൽ CBAM കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം കാരണം ഇന്ത്യക്ക് ട്രേഡിന് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് കൂടുതൽ പറയേണ്ടത്. ഓൾറെഡി നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്ന കഥ തന്നെയാണ്, എപ്പോഴും ഇത് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് പ്രൊഫൈൽസിൽ. പിന്നെ ഓരോ വ്യക്തികളെക്കുറിച്ചുള്ള വാർത്തകളാണ്. പിന്നെ ഫൈനലി ഫോറിൻ പേജ് അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഇന്നും രാജ്യങ്ങൾ കുറേ ഉണ്ട് നമുക്ക് കൺട്രീസ് പഠിക്കാൻ. ഡെഫിനറ്റ്ലി ഇറാൻ്റെയും നൈജീരിയ, ഡെഫിനറ്റ്ലി വെറസ് നൈജീരിയ എന്നുള്ള ലൊക്കേറ്റ് ചെയ്യാൻ പറ്റണം. ശ്രീലങ്കയ്ക്ക് ഇനിയും ഫണ്ട് കിട്ടി, $3 ബില്യൺ IMF അപ്രൂവ് ചെയ്തു. എന്തോരം കടമാണ് ശ്രീലങ്ക വാങ്ങിച്ചു കൂട്ടുന്നൊരു ഐഡിയ ഉണ്ടോ ശ്രീലങ്ക? പക്ഷേ ഡെഫിനറ്റ്ലി ശ്രീലങ്ക അത് തിരിച്ചു കൊടുക്കുന്നുണ്ടാവണം. പക്ഷേ ഒരു എക്സ്റ്റേണൽ ഫണ്ടാണ്, IMF അപ്രൂവ് ചെയ്തതാണ്. $3 ബില്യൺ ആണ് അവർക്ക് കിട്ടാൻ പോകുന്ന ഫണ്ട്. പിന്നെ ആസ് യൂഷ്വൽ ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ കണ്ടോ, എന്നും ഗാസയിൽ 19 ഡെഡ് 14 ഇഞ്ചോടെ. ഇതിപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോൾ മൊത്തം ഗാസ ഇല്ലാണ്ടാവുന്നതാണ്. പിന്നെ 15 കിൽഡ് ഡസൻസ് ഓഫ് ഇസ്രായേലി എയർ സ്ട്രൈക്ക് ഇൻ ലെബനനിൽ നടന്ന ഇതിലും ഇസ്രായേലിൻ്റെ എയർ സ്ട്രൈക്കിലും ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഏറ്റവും രസമുള്ള ഒരു കാര്യം, ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ അവിടുത്തെ വൈസ് പ്രസിഡന്റ് ത്രെട്ടൻ ചെയ്തിരിക്കുകയാണ്. ഫെർഡിനൻഡ് മാർക്കോസ് ജൂനിയർ, ഫിലിപ്പീൻസിലെ അവിടുത്തെ ഫെർഡിനൻഡ് മാർക്കോസ് ജൂനിയറിനെ, പ്രസിഡന്റിനെ അവിടുത്തെ ഫിലിപ്പീനി വൈസ് പ്രസിഡന്റ് സാറ ഡൊട്ടെറ്റ് അവിടെ ഇത് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ കൊല്ലും എന്നല്ല, ഞാൻ ഓൾറെഡി പ്രസിഡന്റിന്റെ ഭാര്യനെയും ബാക്കി ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് സ്പീക്കറിനെയും ഇവരെയൊക്കെ
if she herself is killed in a brazen public threat that she was not joking. ഞാൻ ഓൾറെഡി വാടക കൊലയാളികളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, ഇവരെ കൊല്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ രാജ്യത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. ഫിലിപ്പീൻസിലെ വൈസ് പ്രസിഡന്റിനെ കൊല്ലും എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതും അതിനകത്തൊരു കാര്യമാണ്. പിന്നെ ഇതിനകത്ത് എടുത്തു കഴിയേണ്ട പ്രധാനപ്പെട്ട ചെറിയൊരു വാർത്തയുണ്ട്. പക്ഷെ ചെറിയൊരു വാർത്തയാണെങ്കിലും, ന്യൂ റൂൾസ് അറ്റ് COP29 ടു അലോ കാർബൺ ട്രേഡിംഗ് ബിറ്റ്വീൻ നേഷൻസ്. കാർബൺ ട്രേഡിംഗ് വരാൻ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ കാർബൺ ട്രേഡിംഗ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിന്റെ ഗുണം എന്നുള്ളതും കൂടെ നമുക്ക് കാൽക്കുലേറ്റ്. അപ്പോൾ ഇതിൽ നിങ്ങൾ പെട്ടെന്നൊന്ന് ഞാൻ ഈ കാർബൺ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഒരു പൊല്യൂഷൻ അലവൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു രാജ്യത്തിന്, ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പൊല്യൂഷൻ അലവൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് വിചാരിക്കുക. പൊല്യൂഷൻ അലവൻസ്, ഓക്കെ, പൊല്യൂഷൻ അലവൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. എനിക്ക് 100 യൂണിറ്റ് വരെ പൊല്യൂട്ട് ചെയ്യാം. ഇതാണ് 0 തൊട്ട് 100 യൂണിറ്റ് വരെ എനിക്ക് പൊല്യൂട്ട് ചെയ്യാം. പക്ഷേ ഏറ്റവും രസം, 100 മാക്സിമം എനിക്ക് അത്രയും പൊല്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അതിന് മുകളിൽ എനിക്ക് പൊല്യൂട്ട് ചെയ്യാനുള്ള അധികാരമില്ല. അപ്പോൾ ഞാൻ ഏതാണ്ട് പൊല്യൂട്ട് ചെയ്തത് 50 യൂണിറ്റ് എൻ്റെ പൊല്യൂഷൻ വന്നിട്ടുള്ളൂ, 50 യൂണിറ്റ്സ് എൻ്റെ പൊല്യൂഷൻ വന്നിട്ടുള്ളൂ. ദാറ്റ് മീൻസ് എനിക്ക് ഓൾറെഡി 100-ന് 50 പോയതുകൊണ്ട് ഒരു 50 യൂണിറ്റിൻ്റെ ക്രെഡിറ്റ് ഉണ്ട്. അതെൻ്റെ കയ്യിലുണ്ട്. ഈ ക്രെഡിറ്റ് എൻ്റെ കയ്യിലിരിക്കുക. 50 യൂണിറ്റ്സിൻ്റെ ക്രെഡിറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇനി വേറെ ഏതെങ്കിലും കൺട്രിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യമോ വേറെ ഏതെങ്കിലും കമ്പനിയോ അവരുടെ രീതിയിൽ ഇപ്പൊ 100 എന്ന് പറയുന്നത് വേറൊരു സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കുക. വേറൊരാൾ 0 to 100 അവർ ഓൾറെഡി എന്താന്ന് വെച്ചാൽ അവർ 100 അവരത് കൂടുതൽ ചെയ്യുന്നുണ്ട്. 150 യൂണിറ്റിൽ വരെ എക്സിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് ഇത് പ്രശ്നമല്ലേ? അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 150 എക്സസീവ് വന്നത് എൻ്റെ കയ്യിൽ നിന്ന്, എനിക്ക് ഓൾറെഡി 50 യൂണിറ്റ് ഞാൻ എന്തായാലും ട്രേഡ് ചെയ്യാൻ വെച്ചിരിക്കുക, സെയിൽ ചെയ്യാൻ വെച്ചിരിക്കുക. ഈ 50 യൂണിറ്റ് വേണമെങ്കിൽ എനിക്ക് ഈ കമ്പനിക്ക് കൊടുക്കാം. അപ്പൊ അയാളുടെ ലിമിറ്റ് അപ്പൊ 50-50 വരുമ്പോൾ അത് ന്യൂട്രലൈസ് ചെയ്ത് തിരിച്ച് 100ലേക്ക് എത്തും. ലിമിറ്റിനകത്ത് തന്നെ നിൽക്കും. അപ്പൊ ഇങ്ങനെ കാർബൺ ട്രേഡ് ചെയ്യാൻ പറ്റും. എൻ്റെ എക്സസ് ട്രേഡിങ് എനിക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഈ പൈസ വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ക്രെഡിറ്റ് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഈ പൈസ വെച്ചിട്ട് എനിക്ക് വേറെ എന്തെങ്കിലും ക്ലീൻ എനർജിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മറ്റേ ആൾക്കാർക്ക് അങ്ങനെ പല രീതിയിൽ ഈ പൈസ ഉപയോഗിക്കാം. അപ്പൊ ഇതിനെ ഈ ട്രേഡ് ചെയ്യുന്നതിനാണ്, എൻ്റെ എക്സസ് വരുന്നതിനാണ് നമ്മൾ കാർബൺ ട്രേഡിംഗ് എന്ന് വിളിക്കുന്നത്. പക്ഷെ ഇതിനകത്തൊരു വലിയൊരു നെഗറ്റീവ് പറയുന്നുണ്ട്. ഇറ്റ് ക്യാൻ ലീഡ് ടു ഗ്രീൻ വാഷിംഗ് എന്നാണ് പറയുന്നത്. ഇത് വലിയൊരു ഡേഞ്ചറസ് സാധനമാണ്. കാരണം ഞാൻ ഭയങ്കര പൊല്യൂട്ടിങ് ആളാണ്. ഞാൻ ഭയങ്കരമായിട്ട് പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ ഓഫ്സെറ്റ് ചെയ്യുന്നുണ്ട്. ഓഫ്സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പൊ അപ്പുറത്തെ സൈഡിൽ നിങ്ങൾ 100-ൽ 30 ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് 70 യൂണിറ്റ് എക്സ്ട്രാ ഉണ്ട്. വേറൊരാള് ബി എന്ന് പറഞ്ഞ ആള്, അയാൾക്കാണെങ്കിൽ 60 യൂണിറ്റ് ചിലവായിട്ടുള്ള 40 യൂണിറ്റ് എക്സസ് കിടപ്പുണ്ട്. വേറെ സി എന്ന് പറഞ്ഞ ആള് ഓൾമോസ്റ്റ് 90 ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അയാൾക്ക് ഓൾറെഡി ഒരു 10 യൂണിറ്റ് കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയും യൂണിറ്റ് ഞാൻ അത്യാവശ്യം നന്നായി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ യൂണിറ്റ്സ് എല്ലാം വാങ്ങാം. അപ്പോൾ വാങ്ങിക്കുമ്പോൾ ഈ യൂണിറ്റ്സ് ഒക്കെ വാങ്ങിക്കൂട്ടുമ്പോൾ എവിടെയോ ഞാൻ പുറത്തു കൊടുക്കുന്ന ഒരു ഇംപ്രഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ നല്ല മനുഷ്യനാണെന്നില്ല. കാരണം എന്തോരം എൻവയോൺമെന്റ് കോൺഷ്യസ് ആണ് ഞാൻ, എന്തോരം ക്രെഡിറ്റ് ആണ് ഞാൻ ഇവിടെ കൃത്യമായിട്ട് വാങ്ങിച്ചു കൂട്ടുന്നത്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ അപ്പുറത്തെ സൈഡിൽ നമ്മൾ അപ്പുറത്ത് അത്രയും പൊല്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു തരത്തിൽ ഇതൊരു കള്ളമല്ലേ? ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഗ്രീൻ വാഷിംഗ്. നമ്മൾ ഇല്ലാത്ത സാധനം ഉണ്ടെന്ന് കാണിച്ചൊരു കള്ളത്തരം. ഇറ്റ്സ് ക്രെഡിറ്റ് ആക്ച്വലി ഡൂയിങ് നത്തിങ്. അപ്പൊ ഇതൊരു തെറ്റാണെന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇതൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാനുണ്ട്. അപ്പൊ അതാണ് കാർബൺ ട്രേഡിങ്ങിനെ കുറിച്ചിട്ടൊരു കാര്യം മനസ്സിലാക്കി വെച്ചോളൂ. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം UN പാനലാണ് adopts a resolution for the first time treaty to punish crimes against humanity. അങ്ങനെ ഒരു പാനൽ ഓൾറെഡി ഉണ്ടായിരുന്നില്ല. ഓൾറെഡി UN എല്ലാവരും കൂടെ ചേർന്നൊരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. നമ്മൾ അതായത് ക്രൈം അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഇതിനെതിരെ ഒരു ട്രീറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടുത്തെ ഒരു രാജ്യത്തിലെ സാധാരണക്കാരെ ഇപ്പോൾ ഓൾറെഡി ജെനോസൈഡും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഓൾറെഡി ട്രീറ്റി ഉണ്ട്. പക്ഷെ ക്രൈം അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി, ഫസ്റ്റ് എവർ ട്രീറ്റി ഓൺ പ്രിവെന്റിംഗ് ആൻഡ് പണിഷിംഗ് ക്രൈം അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി ആഫ്റ്റർ റഷ്യ ഡ്രോപ്ഡ് അമെൻഡ്മെന്റ്സ് ദാറ്റ് ഇറ്റ് വുഡ് ഹാവ് ഡിറെയിൽഡ് ദ എഫോർട്ട്. അപ്പോൾ ഫസ്റ്റ് എവർ ട്രീറ്റി ഓൺ പ്രിവെന്റിംഗ് പണിഷിംഗ് ക്രൈംസ് അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി. അവിടെയാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. ഇത് മിക്കവാറും വോട്ട് ചെയ്യിപ്പിച്ച് മിക്കവാറും ജയിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. It sends a crucial message that impunity for the kinds of crime inflicted on Ethiopia, Sudan, Ukraine, Israel, Gaza, Myanmar will not go unheeded. കാരണം ഇങ്ങനെ ഒരു ട്രീറ്റി വന്നാൽ ഈ പറഞ്ഞ രാജ്യങ്ങളുണ്ടല്ലോ, എത്യോപ്യ, സുഡാൻ, യുക്രൈൻ, ഇസ്രായേൽ, ഗാസ, മ്യാൻമാറിലൊക്കെ ക്രൈം അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി അല്ലേ? കൂട്ടക്കൊലപാതകവും മാസയുടെ ആൾക്കാരെ കൊല്ലുന്നെങ്കിലും ഹ്യൂമാനിറ്റിക്കെതിരെ ക്രൈംസ് നടക്കുകയല്ലേ? സ്ത്രീകളോടും കുട്ടികളോടും ആരെയൊക്കെ കൊല്ലാം. അപ്പൊ ഇതിനെതിരെ ഒരു ട്രീറ്റി വന്നാൽ ഈ പറഞ്ഞ രാജ്യങ്ങൾ ഇങ്ങനത്തെ വയലൻസ് സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഫസ്റ്റ് എവർ ട്രീറ്റി
കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അങ്ങനെ ഒരു ട്രീറ്റി ഓൾറെഡി ഇല്ലായിരുന്നു എന്നില്ലേ. പല ട്രീറ്റി ഉണ്ട്, പക്ഷെ കംപ്ലീറ്റ്ലി ഇതിന് വേണ്ടിയുള്ള ഒരു ട്രീറ്റി UN ആദ്യമായിട്ടായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാം. പിന്നെ നേറ്റോ ചീഫ് ഡിസ്കഷനിലാണ് ട്രംപ് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലാക്കണം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്താണ്, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവണം. എന്താണ് നേറ്റോ എന്ന് പറയുന്നതും അതിന്റെ പവേഴ്സ് എന്താണെന്നും കൂടെ ഉള്ള ഒരു കാൽക്കുലേഷനോട് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവണം. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള വാർത്ത. സോ അടുത്ത 25th വാർത്ത ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് ലിസ്ണിംഗ് ടു IAS Factor. This is Arjun R. Shankar.